ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കുക്കിംഗ് ക്ലീനിങ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഏകദേശം ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഷബാസ് മദ്രസ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇനി ഷബാസ് മദ്രസ പോയിട്ടുണ്ട്. ഇനി തീയൊക്കെ ഒന്ന് കത്തിക്കട്ടെ. പിന്നെ വേഗം തീ കത്തിച്ച് ഫസ്റ്റ് വെള്ളം തിളപ്പിക്കാൻ, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ റവ വെച്ച് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നുള്ള കാണിക്കുന്നുണ്ട്, എൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയ ചുള്ളലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ. ഇനി കുടിക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ വറക്കാത്ത റവയാണ് കേട്ടോ, 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കുഴക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കേട്ടോ, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല. അപ്പം നമ്മളിത് കുഴച്ച് എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം റവ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ, പിന്നെ ഡ്രൈ ആവും. അപ്പോൾ വെള്ളം കുറച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഭയങ്കര കട്ടിയായി പോകും കേട്ടോ. മേലെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ള. ഇപ്പോൾ ഞാൻ ചിക്കന് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നൊന്നുമില്ല, സാധാരണ നമ്മൾ കറി വെക്കുമല്ലോ, മുളക് ഇടുമല്ലോ, നാടൻ റെസിപ്പി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള മാവ് കണ്ടോ, ഒന്നങ്ങ് ആ എണ്ണയൊക്കെ ഒന്ന് കുഴച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡിയായി ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസിലാണ് പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച ആ ഒരു പാത്രത്തിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അടുക്കളയിൽ പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പൂരി നന്നായി പൊങ്ങി വരും കേട്ടോ. നമ്മളിതേപോലെ ഞാൻ പ്രസ്സിൽ പരത്തിയിട്ടായിരുന്നു ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണേൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ ചൂടാവാനും പാടില്ല, തീരെ ചൂട് കുറയാനും പാടില്ല. ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ നെയ്യപ്പൊക്കെ ചുടുമ്പോഴുള്ള ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് തയ്യാറാകും. ഇത് മാത്രമല്ല നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ പൂരിയും ചിക്കൻ കറിയും രാവിലത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 30 മിനിറ്റ് കൊണ്ട് എങ്ങനെ വീട് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒന്ന് ടൈം ഒന്ന് വെക്കാം കേട്ടോ. ടൈമർ വെക്കാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നങ്ങ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ തുടക്കൽ ഞാനിതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഞാൻ വൈകുന്നേരം തുടച്ചത് കൊണ്ട് തന്നെ ഇന്ന് തുടക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇതേപോലെ സിറ്റ് ഔട്ടിൻ്റെ തിണ്ടൊക്കെ ഒന്നങ്ങ് തുടച്ചിട്ട് നമ്മൾ അടിച്ച് വാരി ക്ലീൻ ചെയ്യുക. അതാണ് കേട്ടോ 30 മിനിറ്റ് കൊണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് റൂമിലെ സെറ്റി കാര്യങ്ങളൊക്കെ ഇതാ ഇതേപോലെ തട്ടി നമ്മൾ ടേബിളിലൊക്കെ എന്തെങ്കിലും വൃത്തികേടായിട്ടുണ്ടെങ്കിലൊക്കെ ഓരോ സാധനങ്ങളും അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഡെയിലി ചെയ്യുമല്ലോ, ഡെയിലി റുട്ടീൻ കേട്ടോ. നമ്മൾ സാധാരണ അടിച്ചു വാരി തുടക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും ഒരുപാട് വലിയ വീടൊക്കെ ആണെങ്കിൽ 30 മിനിറ്റ് പോരാ കേട്ടോ. ചെറിയ വീടാണെങ്കിൽ വേണ്ടി വരികയല്ല. അപ്പോൾ അത് ഏകദേശം ഒരു മീഡിയം ഒരു കണക്കാണ് ഞാൻ ചെയ്യുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് സിറ്റ് ഔട്ട് മുതൽ അടുക്കള വരെ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യാം കേട്ടോ. തുടക്കലല്ല, അല്ലാതെ നമ്മൾ ടേബിളുകൾ, സെറ്റികൾ, കിടക്കകൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഓരോ സാധനങ്ങളും അതാത് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടിച്ച് വാരിയിടാം കേട്ടോ. പിന്നെ തുടക്കാൻ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അധികം വേണ്ടി വരും കേട്ടോ. കട്ടിലിൻ്റെ അടിയൊക്കെ തുടക്കുന്ന സമയമാണെങ്കിൽ ഇത്രയൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാം. നമ്മളൊരു പണി ഇപ്പോൾ ഒരു റൂം വൃത്തിയാക്കിയിട്ട് വേറൊരു പണിക്ക് പോവാതെ നമ്മൾ ഇതുപോലെ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും തുടച്ച് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബെഡ്റൂമും ഹാളും ലിവിങ് റൂമും എല്ലാം നമ്മൾ സിറ്റ് ഔട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയയും അടുക്കളയും കൂടെ ക്ലീൻ ആക്കാണ്ട് കേട്ടോ. വർക്ക് ഏരിയ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഉള്ളതാണ്. രാവിലെ ഫുഡൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ
വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വർക്ക് ഏരിയ എന്തായാലും ഒന്ന് തുടച്ചിടണം. അപ്പോൾ ഇനി ഈ ഒരു അടുക്കള ടേബിൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ പാത്രം തന്നെ കഴുകാണ്ടായിരുന്നുള്ളൂ, അത് വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒന്ന് നല്ല സ്പ്രേ ചെയ്തൊന്നങ്ങ് തുടക്കുകയാണ്. സ്ലാബും അതേപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അവിടെ ഓൾറെഡി ഒന്നുമില്ല, വൃത്തികേടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രം കഴുകലും ഒക്കെ ഫുഡൊക്കെ നേരത്തെ ആയിട്ടുണ്ട്. അടുപ്പൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷബാസ് കുപ്പി കഴുകുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ തുടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദിവസം ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ വീട് എന്നും വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക്